ഹായ് മക്കളെ, അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പ്രാക്ടിക്കൽ വർക്ക് നമുക്കൊന്ന് ഫോണിൽ ചെയ്ത് നോക്കിയാലോ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ, അപ്പം അതിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ വലിയ ഡിഫിക്കൽട്ട് ഒന്നും ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന 3 ഓൺലൈൻ സോഫ്റ്റ്വെയർസ് സാർ പറഞ്ഞുതരാം. ഇനി നിങ്ങൾക്കറിയാവുന്ന നല്ല ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, ഒരുപാട് കുട്ടികളൊന്ന് അറിഞ്ഞോട്ടെ. ഓക്കെ, അപ്പോൾ മക്കളെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാം. പ്രോഗ്രാമേഴ്സ് C++ എന്നൊന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ അത് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം തന്നെ പ്രോഗ്രാമേഴ്സിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓൾറെഡി അവിടെ ഒരു വർക്ക് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു ഔട്ട്പുട്ടിൻ്റെ ഇതൊന്ന് മാറ്റാം. സാർ അവിടെ ട്രൈ programmers.pro എന്നുള്ളത് മാറ്റിയിട്ട് സാറിൻ്റെ പേരൊന്ന് കൊടുക്കുകയാണ്. ഓക്കെ, സാർ എന്ന് കൊടുത്തിട്ട് നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. അതിൻ്റെ അടിയിലേക്ക് റൺ ഓപ്ഷൻ ഉണ്ട്. റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഉണ്ടോ, അതിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് വൺ കമ്പൈലർ HTML എന്നാണ്. അപ്പോൾ അത് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വൺ കമ്പൈലർ എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ആണ് ഫസ്റ്റ് വരിക. അപ്പോൾ അത് ഓപ്പൺ ചെയ്താൽ നമുക്ക് HTML പ്രോഗ്രാം ഇതിൽ ചെയ്യാവുന്നതാണ്. ഓൾറെഡി അവിടെ ഒരു വർക്ക് ഉണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഈ ഒരു ഹലോ വേൾഡ് എന്നുള്ളത് സാർ ജസ്റ്റ് ഒന്ന് മാറ്റുകയാണ്. മാറ്റിയിട്ട് സാറിൻ്റെ പേരൊന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇതൊന്ന് റൺ ചെയ്യുമ്പോൾ നമുക്ക് HTML പ്രോഗ്രാം ഹെഡ് വരുന്ന ഒരു പ്രോഗ്രാം ഇവിടെ റൺ ആയിട്ട് കാണാം. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന SQL. അതിന് വേണ്ടി നിങ്ങൾ ഫസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത പോലെ തന്നെ പ്രോഗ്രാമേഴ്സ് SQL എന്നൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അത് തന്നെ പ്രോഗ്രാമേഴ്സിൻ്റെ സോഫ്റ്റ്വെയർ വരും, SQL സോഫ്റ്റ്വെയർ. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഉള്ള ഒരു വർക്ക് കാണാൻ പറ്റും. അവിടെ സാർ ഇതൊന്ന് ക്യാൻസൽ ചെയ്യുകയാണ്. ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കമാൻഡ് എടുത്തിട്ടുണ്ട്. അതൊന്ന് റൺ ചെയ്യുകയാണ്. അപ്പോൾ റൺ ചെയ്യുമ്പോൾ SQL അവിടെ കാണാം, ക്യൂറി സക്സസ്ഫുള്ളി എക്സിക്യൂട്ടഡ് എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി അവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ടേബിൾസ് ഉണ്ട്. ആ ഒരു സോഫ്റ്റ്വെയർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അതിൻ്റെ അടിയിലേക്ക് നമ്മളിപ്പം ചെയ്തിട്ടുള്ള ആ ഒരു ടേബിൾ ആഡ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഒരു ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കമാൻഡ്സ് നിങ്ങൾക്ക് കൊടുത്തുകൊണ്ട് വർക്ക് ചെയ്യാവുന്നതാണ്.